ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വയോജന പാർക്ക് ഉദ്ഘാടനത്തിന് മുൻപേ തകർന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ സ്ഥാപിച്ച പാർക്കാണ് കഴിഞ്ഞ ദിവസം മഴയിൽ തകർന്നത്. LDF ഭരണസമിതിയുടെ അഴിമതിയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് വിമർശനം. 58 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വയോജന പാർക്കാണ് മഴയത്ത് തകർന്നത്. നൂലിയോട് വാർഡിൽ ഇരട്ടക്കുളത്തോട് ചേർന്ന് നിർമ്മിച്ച പാർക്കിലേക്കുള്ള നടപ്പാതയാണ് തകർന്നത്. ഇന്റർലോക്കുകൾ തകർന്നിരിക്കുകയാണ്. നിർമ്മാണത്തിലെ വൻ അഴിമതിയാണ് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു പണി ഇവിടെ ചെയ്താൽ ഇത് നിലനിൽക്കില്ല എന്നും ഇതിന്റെ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നും അന്നൊക്കെ ഇവർ സംസാരിച്ചത് നാടിൽ ഒരു വികസന പ്രവർത്തനം വരുമ്പോൾ നിങ്ങൾ എതിര് നിൽക്കരുത്, നല്ല രീതിയിലാണ് ഇതിന്റെ പണി കഴിപ്പിക്കുന്നതെന്ന് അന്നാണ് അവർ നമ്മളോട് അന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ മഴയിൽ തന്നെ ഉദ്ഘാടനം നടക്കാൻ ഇനി 3-4 ദിവസം ഉള്ളപ്പോൾ തന്നെ ഒറ്റ മഴയിൽ ഈ പ്രോജക്റ്റ് മുഴുവൻ കുത്തിയൊലിച്ച് നിങ്ങൾക്ക് കാണാം, ഇത് മൊത്തം വെള്ളത്തിലോട്ട് പോയി. ഇതിന്റെ സത്യസന്ധമായ ഈ പ്രോജക്റ്റ് തിരികെ പണി കഴിപ്പിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി വ്യാപകമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നറിയിക്കുന്നു. എന്നാൽ മഴ കാരണമാണ് പാത തകർന്നത് എന്നാണ് പഞ്ചായത്ത് മെമ്പറുടെ ന്യായീകരണം. ഈ വയോജന പാർക്കുമായി നിർമ്മാണ പ്രവർത്തനം ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മുൻകരുതലുകൾ ചെയ്തു തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് ഈ കുളത്തിനോടനുബന്ധിച്ച് നല്ല മണ്ണൊലിപ്പുള്ള വെള്ളക്കെട്ടുള്ള പ്രദേശമായിരുന്നു. ഈ മണ്ണൊലിപ്പിൻ്റെ പ്രശ്നം കാരണം ഇവിടുത്തെ വെള്ളക്കെട്ട് ഇങ്ങനെ വരികയും ഈ കെട്ട് ഇങ്ങനെ തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ചതുപ്പ് നിലത്ത് തീർത്തും അശാസ്ത്രീയമായി എന്തിന് പാത നിർമ്മിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഉദ്ഘാടനത്തിനൊരുങ്ങിയ പാർക്കിലേക്കുള്ള പാത തകർന്നതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ഇടതുപക്ഷ പ്രതിനിധികൾ ഒഴിവാക്കിയിട്ടുണ്ട്. വയോജന പാർക്കിന്റെ നിർമ്മാണവും ഉദ്ഘാടനവും സർക്കാർ നേട്ടമായി കൊട്ടിഘോഷിക്കുന്നതായിരുന്നു പോസ്റ്റർ. ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ജനം, തിരുവനന്തപുരം.